ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് റിഫർ ടു എ സാക്കറൈഡ്സ്. ഇൻ ഗ്രീക്ക് ഇറ്റ് മീൻസ് ഷുഗർ. അതായത് കാർബോഹൈഡ്രേറ്റ്സിനെ സാക്കറൈഡ്സ് എന്ന് പറയാറുണ്ട്. ഈ സാക്കറൈഡ് എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രീക്കിൽ നിന്നാണ്. ഈ സാക്കറൈഡ് എന്ന വാക്കിന്റെ അർത്ഥം ഷുഗർ എന്നാണ്. കാർബോഹൈഡ്രേറ്റ്സിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, ഷുഗർ ആൻഡ് നോൺ ഷുഗർ. ഈ ഷുഗർ ആൻഡ് നോൺ ഷുഗർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ തന്നെ എഗെയിൻ ഡിവൈഡ് ചെയ്യുകയാണ്. ഹൈഡ്രോളൈസിസിന്റെ ബേസിൽ ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ഉണ്ടാവുന്നതാണ് മോണോസാക്കറൈഡ്, ഒലിഗോസാക്കറൈഡ് ആൻഡ് പോളിസാക്കറൈഡ്സ്. ഹൈഡ്രോലൈസിസ് എന്താണെന്ന് അറിയാലോ? ഹൈഡ്രോലൈസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ഡൗൺ ഓഫ് എ കോമ്പൗണ്ട് യൂസിങ് വാട്ടർ. ലൈസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ട എന്താണ്? ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്നോ ഒക്കെയാണ്. ഇനി കാർബോഹൈഡ്രേറ്റ്സിലെ ഡിവൈഡ് ചെയ്തേക്കുന്ന ഒരു ഫോമാണ് മോണോസാക്കറൈഡ്. ഇനി നമുക്ക് മോണോസാക്കറൈഡ് എന്താണെന്ന് നോക്കാം. മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതിനെ നമുക്ക് വീണ്ടും ഹൈഡ്രോലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. ഈ മോണോസാക്കറൈഡിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട് ആൽഡോസും കീറ്റോസും ആയിട്ട്. ആൽഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ആൽഡിഹൈഡ് ആണ് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. കീറ്റോസിൻ്റെതാണെങ്കിലോ കീറ്റോൺ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത്. ഒലിഗോസാക്കറൈഡ് എന്താണെന്ന് നോക്കാം. ഒലിഗോസാക്കറൈഡിന്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒലിഗോസാക്കറൈഡ് ഈസ് എ സാക്കറൈഡ് പോളിമർ കണ്ടെയ്നിങ് സ്മോൾ നമ്പർ ഓഫ് മോണോസാക്കറൈഡ്സ്. ഇതിനകത്ത് ഏകദേശം 2 to 10 വരെയുള്ള മോണോസാക്കറൈഡ്സ് ആണ് പ്രസന്റ് ആയിട്ടിരിക്കുന്നത് ഒലിഗോസാക്കറൈഡ്സിൽ. ഒലിഗോസാക്കറൈഡിനെ 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്: ഡൈസാക്കറൈഡ്സ്, ട്രൈസാക്കറൈഡ്സ് ആൻഡ് ടെട്രാസാക്കറൈഡ്സ്. ഡൈസാക്കറൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡൈസാക്കറൈഡിനകത്ത് 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ആണുള്ളത്. അതായത് 2 മോണോസാക്കറൈഡ്സ് യൂണിറ്റ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി കമ്പൈൻ ചെയ്തിട്ടാണ് ഡൈസാക്കറൈഡ് ഉണ്ടാകുന്നത്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊവാലൻ ബോണ്ട്, ലൈക്ക് എ കൊവാലൻ ബോണ്ട്. അപ്പോൾ ട്രൈസാക്കറൈഡ് എന്താണ്? ട്രൈ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം 3 മോണോസാക്കറൈഡ് യൂണിറ്റ് ആണ് അതിനകത്തുള്ളത്. ടെട്ര എന്ന് പറയുമ്പോൾ 4 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ആണ് അതിനകത്തുള്ളത്. അതാണ് ഇത് 3 തമ്മിലുള്ള വ്യത്യാസം. ഡൈസാക്കറൈഡിനെ എഗെയിൻ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്: റെഡ്യൂസിങ് ഷുഗർ ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോളിസാക്കറൈഡ്സ് എന്താണെന്നാണ്. പോളിസാക്കറൈഡിന്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്: കമ്പോസ്ഡ് ഓഫ് സെവറൽ സ്മോളസ്റ്റ് മോണോസാക്കറൈഡ്സ്. അതായത് പോളിസാക്കറൈഡ് സെവറൽ ആയിട്ടുള്ള മോണോസാക്കറൈഡ് യൂണിറ്റുകൾ കൊണ്ടാണ് പോളിസാക്കറൈഡുകൾ ഉണ്ടാക്കുന്നത്. അത് ഏകദേശം മോർ ദാൻ 10 കൂടുതൽ മോണോസാക്കറൈഡ് മോളിക്യൂൾസ് ഉണ്ട് പോളിസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ. പോളിസാക്കറൈഡ്സിനെ നമ്മൾ എഗെയിൻ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്: ഹോമോ പോളിസാക്കറൈഡ്സ് ആൻഡ് ഹെട്രോ പോളിസാക്കറൈഡ്സ്. ഹോമോ പോളിസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സെയിം മോണോസാക്കറൈഡ് യൂണിറ്റ് ആയിരിക്കും. ഹെട്രോ പോളിസാക്കറൈഡ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് മോണോസാക്കറൈഡ് യൂണിറ്റ് ആയിരിക്കും. ഇതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഹോമോ പോളിസാക്കറൈഡ്സിനെ എഗെയിൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റോറേജ് പോളിസാക്കറൈഡ് എന്നും സ്ട്രക്ചറൽ പോളിസാക്കറൈഡ്.